ഈ കളർ കണ്ടിട്ടുണ്ടല്ലോ, സ്വിഗ്ഗിയിൽ, ഇൻസ്റ്റഗ്രാമിൽ, ആമസോണിൻ്റെ ബൈ നൗ ബട്ടണിൽ ഓൾമോസ്റ്റ് എവറി ഡേ. പക്ഷേ ഈ കളറിൻ്റെ പേര് ഓറഞ്ച് എന്നല്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. #FF6600. ഒരു മിനിറ്റ്. എഫ് ഒരു നമ്പറിൻ്റെ ഉള്ളിൽ ആൽഫബറ്റ്. സ്കൂളിൽ പഠിച്ച ഒരു നമ്പേഴ്സിലും ആൽഫബറ്റ്സ് ഉണ്ടായിരുന്നില്ല. 743 ഹാസ് നോ ലെറ്റേഴ്സ്. 2024 ഹാസ് നോ ലെറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്പറാണോ അതോ കോഡാണോ? ഇവയെല്ലാം മാക് അഡ്രസ്, മെമ്മറി അഡ്രസ്, അസംബ്ലി ലാംഗ്വേജ്, ഡീബഗർ, CSS, HTML, RGB കളേഴ്സ്, ഇവയെല്ലാം ഒരേ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. അതിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്. എന്തുകൊണ്ട്? ഇന്നു മുതൽ നിങ്ങൾ ഹെക്സാഡെസിമൽ കണ്ടാൽ പേടിക്കില്ല. പകരം ഇതാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഷോർട്ട് കട്ട് ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കും. വെൽക്കം ടു ലെക്ചർ 2. കഴിഞ്ഞ ക്ലാസ് ഓർമ്മയുണ്ടോ? തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിട്രീവൽ പ്രാക്ടീസ്. വീഡിയോ പോസ് ചെയ്ത് മനസ്സിൽ ആൻസർ ഓർക്കണേ. ഇതൊരു ടെസ്റ്റായിട്ടല്ല, ജസ്റ്റ് മെമ്മറി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ട്രിക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റേറ്റ്സ് ക്യാൻ 6 ബിറ്റ് റെപ്രസെൻറ്റ്സ്? 6 ബിറ്റ് കൊണ്ട് എത്ര ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? 2⁻6 which means 64. കഴിഞ്ഞ ക്ലാസ്സിലെ ഫോർമുല ഓർമ്മയുണ്ടോ? n സ്വിച്ചസ് 2⁻n കോമ്പിനേഷൻസ്. അതാണ് ഇതിൻ്റെ അകത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഡിജിറ്റൽ ബീറ്റ് അനലോഗ്? എന്തുകൊണ്ടാണ് ഡിജിറ്റൽ അനലോഗിനെ തോൽപ്പിച്ചത്? അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ, ഒരൊറ്റ വേർഡേ ഉള്ളൂ, നോയ്സ്. ഡിജിറ്റൽ റിജക്ട്സ് നോയ്സ്, അനലോഗ് അക്യൂമുലേറ്റഡ്. അതിൻ്റെ ഇടയിലെ ഒരു വിഷയനായിരുന്നു നോയ്സ് മാർജിൻ. ഓക്കെ, പെർഫെക്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുകൊണ്ട് ബൈനറി എന്ന് പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് എങ്ങനെ ബൈനറി, അതായത് ഈ 0യും 1ഉം വെച്ച് യഥാർത്ഥത്തിൽ എങ്ങനെ നമ്പേഴ്സ് എഴുതും, നമ്പേഴ്സ് എങ്ങനെ വായിക്കും, എങ്ങനെ കൺവേർട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. ടുഡേയ്സ് ജേണി. നമ്പറിൻ്റെ അനാട്ടമി എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബൈനറി നമ്പർ സിസ്റ്റമിനെ പറ്റിയിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ഈ ഒരു നമ്പർ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സിൽ ബേസ് വരുന്നത് എന്താണെന്നുള്ളത് പഠിക്കും. ഓക്കെ, ഒരു കൈ കൊണ്ട് നമുക്ക് 31 വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആക്ടിവിറ്റി ചെയ്യാം. നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എത്ര വരെ എണ്ണാം? 5 അല്ലേ? നോ, ഇറ്റ്സ് റോങ്. 31 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൗ? ഓരോ വിരലും ഓരോ സ്വിച്ചായിട്ട് കൺസിഡർ ചെയ്യണം. മടക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ്, അല്ലെങ്കിൽ 0, നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഓൺ, 1 എന്ന് പറഞ്ഞിട്ട്. വിരൽ ഓരോ ഫിംഗേഴ്സ് നമ്മൾ നൂർത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഓൺ സ്റ്റേറ്റ്, മടക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ 0 സ്റ്റേറ്റ്. ഇനിയും തമ്പ് ഫിംഗറിന് നമുക്ക് 1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക, ഇൻഡെക്സ് ഫിംഗറിന് 2 എന്നുള്ള വാല്യൂ, മിഡിൽ ഫിംഗറിന് 4 എന്നുള്ളത്, റിംഗ് ഫിംഗറിന് 8 കൊടുക്കുക, ലിറ്റിൽ ഫിംഗറിന് 16 കൊടുക്കുക. അങ്ങനെ വാല്യൂസ് കൊടുക്കുക. ഇനിയും 30നെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. 30നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. 8 + 4 + 1 = 13. നമുക്കത് അറിയാം. ഇനിയും അതിൻ്റെ അകത്ത് ഏതൊക്കെ ഫിംഗേഴ്സാണ് മടക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8, 4, 1 നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത് ഏതൊക്കെ ഫിംഗേഴ്സിനായിരുന്നു? തം ഫിംഗറിന് 1 കൊടുത്തിട്ടുണ്ടായിരുന്നു, മിഡിൽ ഫിംഗറിന് 4 കൊടുത്തിട്ടുണ്ടായിരുന്നു, റിംഗ് ഫിംഗറിന് 8 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ മടക്കിയിട്ട് അതിൻ്റെ അകത്തിലെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. 8, 4, 1 എന്നുള്ളത് അവിടെ മാത്രം 1 കൊടുക്കുക. 16നും 2ൻ്റെയും പൊസിഷനിൽ 0 കൊടുക്കുക. അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് 0,
1 1 0 1 എന്നുള്ളത്. ആ ഒരു 0 1 1 0 1 എന്നുള്ളതായിരിക്കും 30ൻ്റെ ബൈനറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഐഡിയയുടെ ഫോർമൽ വേർഷനാണ് ഇന്നത്തെ ജേണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അനാട്ടമി ഓഫ് നമ്പർ. ലുക്ക് അറ്റ് ദിസ് നമ്പർ 743. ഇന്നിങ്ങനെ വായിക്കാൻ നമ്മൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ 7 എന്നത് വെറുതെ ഒരു 7 അല്ല. നമുക്കറിയാം അതിൻ്റെ പൊസിഷൻ വാല്യൂ വെച്ചിട്ടത് 700 ആണ്. 700 പ്ലസ് 4 എന്ന് പറഞ്ഞിട്ടുള്ളത് ടെൻസിൻ്റെ പൊസിഷനിലാണ് വരുന്നത് 40. 3 എന്ന് പറയുന്നത് വൺസിൻ്റെ പൊസിഷനിൽ 3. 700 പ്ലസ് 40 പ്ലസ് 3 എന്നുള്ളതാണ് നമുക്ക് 743 എന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓരോ ഡിജിറ്റിനും 2 കാര്യങ്ങളുണ്ട്. അതിൻ്റെ വാല്യൂ പിന്നെ അതിൻ്റെ പൊസിഷൻസ്. ഏത് പ്ലേസിലാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ആ വാല്യൂ ഉള്ളത് അത് വെച്ചിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇംപ്രൂവ് ആവും. 7 എന്നുള്ളത് വൺസിൻ്റെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 7 ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യും. 100ൻ്റെ പൊസിഷൻ ആയതുകൊണ്ട് അതിനെ 700 ആയിട്ട് കൗണ്ട് ചെയ്യും. അല്ലെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 700 ആയിരിക്കും. ഇതാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ ജനറൽ റൂള് ഒറ്റ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ് ഇൻറ്റു ബേസ് റേസ് ടു പൊസിഷൻ. സം ഓഫ് ഡിജിറ്റ് ഇൻറ്റു ബേസ് റേസ് ടു പൊസിഷൻ. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബേസ് എന്ന് പറയുന്നത് 743 എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഡെസിമലാണ്. ഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ബേസ് 10, 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്തിൽ. അതുകൊണ്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10. 10 റേസ് ടു പൊസിഷൻ. ഇപ്പം ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 10 റേസ് ടു 0. ലെഫ്റ്റ് സൈഡിൽ തൊട്ടടുത്ത് വരുന്നത് 10 റേസ് ടു 1, 10 റേസ് ടു 2, 10 റേസ് ടു 3. അങ്ങനെ ആണ് ആ ഒരു പൊസിഷനിങ് പോകുന്നത്. പൊസിഷന് റാഡിക്സ് പോയിന്റിൻ്റെ ലെഫ്റ്റിലോട്ടായിരിക്കും പോകുന്നത്. 10 റേസ് ടു 0, 10 റേസ് ടു 1, 10 റേസ് ടു 2, 10 റേസ് ടു 3. അങ്ങനെ എത്ര പൊസിഷൻ ഉണ്ടോ അത്രയും വെച്ച് ആ ബേസ് വാല്യൂവിന് ചേഞ്ചസ് വരുന്നത്. എന്നിട്ട് ആ പൊസിഷനിലുള്ള ഡിജിറ്റിൻ്റെ സം എത്രയാണോ, പൊസിഷൻ വാല്യൂവിൽ വരുന്ന ആ ഡിജിറ്റിൻ്റെ സം എത്രയാണോ അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻസ് ആർ കൗണ്ടഡ് ഫ്രം ദ റൈറ്റ് സ്റ്റാർട്ടിങ് അറ്റ് 0. ബേസ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു റൂള് മാറത്തില്ല. ഇപ്പം ബൈനറിക്കാണെന്നുണ്ടെങ്കിലും 2 റേസ് ടു പൊസിഷൻ ഏതാണോ ആ പൊസിഷൻ വാല്യൂസ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഡിജിറ്റിന് എന്താണോ ഡിജിറ്റ് അത് കൊടുക്കുക. ബേസ് ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ആയെങ്കിലും വാല്യൂ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ന്യൂമറൽസ് ഇൻ ദ നമ്പർ സിസ്റ്റം യൂസിങ് ദ ടേം റാഡിക്സ് ഓർ ബേസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബേസ് 10 ആണ്, അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് 10 എന്നാണ് പറയുന്നത്. ഇതിൽ 10 യുണീക്ക് ന്യൂമറൽസ് അല്ലെങ്കിൽ സിംബൽസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ബേസ് 10 എന്ന് പറയുന്നത്. 0 1 2 3 അപ് ടു 9 എന്നുള്ളത് 10 ന്യൂമറൽസ് യുണീക്ക് ആയിട്ടുള്ള സിംബൽസ് വരുന്നുണ്ട്. ആ സിംബൽസ് കാരണമാണ് ഇത് ബേസ് 10 ആയിട്ട് വരുന്നത്. ഈ 9 വരെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിംബൽസ് തീരും, അല്ലെങ്കിൽ സിംബൽസ് തീർന്നു. 0 to 0 1 2 3 അപ് ടു 9 വരെ ആകുമ്പോഴത്തേക്ക് സിംബൽസ് തീർന്നു. അതുകൊണ്ട് അത് ക്യാരി ചെയ്തത് 10 എന്നും പറഞ്ഞ് എഴുതിയിട്ടാണ്. അടുത്ത നമ്പർ 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 10. അതിൻ്റെ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് ഈ സിംബൽസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊരു ആർബിട്രറി ലാർജ് അല്ലെങ്കിൽ സ്മോൾ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പൊസിഷണൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് പറ്റും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബേസ് ഈസ് വെയർ യു റൺ ഔട്ട് ഓഫ് സിംബൽസ്.
സിമ്പിൾസ് തീരുന്നത് എത്ര എണ്ണത്തിൽ വെച്ചാണോ അത്രയും വരെ ഉള്ളതിൻ്റെ ആ കൗണ്ടാണ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ടറിന് എത്ര സ്റ്റേറ്റ്സാണ് വരുന്നത്? 2 സ്റ്റേറ്റ്, ഓൺ ഓഫ്. അപ്പം ബൈനറിക്ക് വരുന്നത് ബേസ് 2, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് കൗണ്ട് ചെയ്യുന്നത് ബേസ് 2-ലായിരിക്കും. ഹ്യൂമൻസ് കൗണ്ട് ചെയ്യുന്നത് ബേസ് 10-ൽ. അതിനൊരു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് പറയാം. ബേസ് 10 എന്ന് പറയുന്നത് ഹ്യൂമൻസ് കൗണ്ട് ചെയ്യുന്നത് നമുക്ക് 10 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പം അതിന് ബേസ് 10 ഹ്യൂമൻസ് കൗണ്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടേഴ്സ് കൗണ്ട് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് 2 സ്റ്റേറ്റ്സ് ഉണ്ട്, 0 ആൻഡ് 1. അപ്പം അത് ബേസ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ബൈനറി ബേസ് 2. ഡിജിറ്റ്സ് 0യും 1 അല്ലെങ്കിൽ 2 സിമ്പിൾസ് ആണ് ഇതിൻ്റെ അകത്തിൽ വരുന്നത്. പൊസിഷൻ വെയ്റ്റ്സ് എന്ന് പറയുന്നത് ബേസ് 2 ആയതുകൊണ്ട് 1, 2, 4, 8, 16, 32, 64, 128, 256, 512, 1024 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 2⁴ = 60 എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. എല്ലാ എക്സ്ട്രാ സ്വിച്ചസും അതിൻ്റെ പോസിബിലിറ്റീസിനെ ഡബിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. 2 സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പോസിബിലിറ്റീസ്, 3 സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ 8 പോസിബിലിറ്റീസ്, 4 സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 16 പോസിബിലിറ്റീസ്. ആ ഒരു രീതിയിലായിരിക്കും. എക്സ്ട്രാ ഒരു സ്വിച്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡബിളായിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ഇനി ഈ ഒരു കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബൈനറിയുടെ ബേസ് 2, 0യും 1ഉം മാത്രമേ ഇതിൻ്റെ അകത്തിൽ നമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട് വരുന്നുള്ളൂ. ഇതിൽ 1011 എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 1011 എന്നുള്ളത് അതിനെ ബേസ് 10-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈനറിയെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഓരോന്നിൻ്റെയും വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിലെ ബിറ്റ്സ് ഏതൊക്കെയാണ്? 1 ഉള്ളത്, 0 ഉള്ളത്, 1011 എന്നുള്ള ബിറ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് എഴുതുന്നത് ഓൺ ആയിട്ടുള്ളതിനെ കൗണ്ട് ചെയ്യുക. ഓൺ ആയിട്ടുള്ളതിനെ മാത്രം കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 × 8 + 2 × 1 + 1 × 1, അതായത് 8 + 2 + 1 = 11. 1011 എന്ന് പറയുന്നത് ബേസ് 10-ൻ്റെ 11 ആയിരിക്കും. 11 എന്നുള്ളതിനെയാണ് നമ്മൾ 1011 എന്ന് ബൈനറിയിൽ പറയുന്നത്. ഈ സബ്സ്ക്രിപ്റ്റായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം. ഏത് ബേസ് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം. 1101 എന്നിട്ട് സബ്സ്ക്രിപ്റ്റിൽ 2 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും സൗകര്യം. പിന്നെ ബേസ് 10 ആണെന്നുണ്ടെങ്കിൽ അതും സബ്സ്ക്രിപ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സീറോസ് ഉള്ളതിനെ സ്കിപ്പ് ചെയ്തേച്ച് ഓണായിട്ടുള്ളതിനെ, ഇപ്പം ഞാൻ പറഞ്ഞു തന്നതുപോലെ 4ൻ്റെ അകത്തിൽ 0 ഉണ്ടായിരുന്നതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയോ വേണ്ട. 1 ഉള്ളതിനെ മാത്രം കൗണ്ട് ചെയ്താൽ മതി. അത് അതിൻ്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓരോന്നിനെയും ആഡ് ചെയ്ത് വയ്ക്കുക. ഇനി 1101 എന്നുള്ളത് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. 8ൻ്റെ പൊസിഷനിൽ 1 ഉണ്ട്, 4ൻ്റെ പൊസിഷനിൽ 1 ഉണ്ട്, 2ൻ്റെ പൊസിഷനിൽ 0, 1ൻ്റെ പൊസിഷനിൽ 1. അങ്ങനെ ആവുമ്പം 8 + 4 + 1 = 13. ഇനി 1111 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ വരുന്നത് 8 + 4 + 2 + 1 = 15. 4 ബിറ്റിൽ എല്ലാം 1 ആയിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അതായത് 4 ബിറ്റ് കൊണ്ട് നമുക്ക് 0 to 15 വരെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 16 വാല്യൂസ് ആയിരിക്കും അതിൻ്റെ അകത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2⁴ = 60. ഇതാണ് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെ ഓർത്ത് വെച്ചോണം. 2⁴ =
16. നമുക്ക് 0 to 15 വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈനറിയിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2⁴ ആയിരിക്കും, 4 കോമ്പിനേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ 16 വാല്യൂസ് ഉണ്ടായിരിക്കും. ബൈനറി റിലയബിൾ ആണ്, മെഷീനിന് പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബൈനറി എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യനതൊരു നൈറ്റ് മെയർ ആയിട്ട് ഇരിക്കുക. ഒരു 32-ബിറ്റ് മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത്രയും സീറോസും വൺസും വരുന്നതാണ് ഒരു 32-ബിറ്റ് മെമ്മറി അഡ്രസ്സ്. ഇതൊരു ഷീറ്റിൽ നിന്ന് വായിക്കാൻ അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ, ഫോണിൽ നിന്നൊരു കൊളീഗിനോട് പറയണം, അല്ലെങ്കിൽ ഒരു ബഗ് റിപ്പോർട്ടിൽ ടൈപ്പ് ചെയ്യണം. ഇങ്ങനൊക്കെ ചെയ്യുമ്പം ഒരൊറ്റ ബിറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ളൊരു അഡ്രസ്സ് ആയിരിക്കും പോകുന്നത്. അഡ്രസ് ക്രാഷ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. തെറ്റായ ആൻസേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ബൈനറി നമ്പേഴ്സ് വരുവാണെങ്കിൽ വരുന്നത്. 1916 IBMന്റെ സിസ്റ്റം 360 പോലുള്ള മെഷീൻസ് വന്നപ്പം എൻജിനീയേഴ്സിന് ഈ പ്രശ്നം ഡെയിലി എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അതായത് ഇൻഫർമേഷൻസ് ഒട്ടും നഷ്ടപ്പെടാതെ ഈ ബിറ്റ്സിനെ ഒരു കോമ്പാക്റ്റ് ഫോമിൽ എഴുതാൻ പറ്റുമോ, അതായിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഐഡിയ ഏറ്റവും ഒബ്വിയസ് ആയത് ഡെസിമൽസ് യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ബേസ്, അതുകൊണ്ട് ഡെസിമൽസ് യൂസ് ചെയ്യാം. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ബേസ് 16 സിമ്പിൾസ് വേണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്കാകെ 10 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് 0 to 9 വരെ 6 ആൽഫബറ്റ്സിനെ എടുത്താണ് ഈ ഹെക്സാ ഡെസിമൽ ബേസ് 16 ക്രിയേറ്റ് ചെയ്തത്. ഹെക്സാ ഡെസിമലിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ്, പിന്നെ ABCDEF വരെയുള്ള ആൽഫബറ്റ്സുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ ഒരു 16 സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വെറും ഒരു ടേബിൾ അല്ല, ഇതാണ് ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു 16 റോസിനെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഇന്നത്തെ ഏറ്റവും എലഗൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ, ഇത് എക്സാമിന് എന്തായാലും വരും. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ്, നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ കൺവേർഷൻ നമുക്ക് ഒരിക്കലും മറക്കില്ല. എന്തുകൊണ്ട് ബേസ് 16, എന്തുകൊണ്ട് ബേസ് 10 ആയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബേസ് 12 ആയില്ല? 16 എന്ന് പറഞ്ഞിട്ടുള്ളത് 2⁴. ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് 16 = 2⁴. ഒരു ഹെക്സാ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 4 ബിറ്റ് ആയിരിക്കും. എങ്ങനെ പോയാലും 4 ബിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് 16 എന്നത് 2ൻ്റെ ഒരു പവറാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഹെക്സാ ഡിജിറ്റിനെ കൃത്യമായിട്ട് 4 ബിറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അമ്മയുള്ളത് ടേബിളിലൂടെ ഒന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഓരോ ഹെക്സാ ഡിജിറ്റും കൃത്യം 4 ബിറ്റായിട്ട് മാറും. F = അല്ലെങ്കിൽ എഫിൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1 1 1 1. 4 വൺസ് വരുന്നതാണ് എഫിൻ്റെ ബൈനറി. എയുടെ ബൈനറി എന്ന് പറയുന്നത് 1 0 1 0. 7ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 0 1 1 1. ഇപ്പോൾ കൺവേർഷൻ എന്നത് കണക്കല്ല, ഇത് വെറും ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, ബൈനറി ടു ഹെക്സ് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് 4 ഡിജിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ 1 0 1 1 0 1 1 1 എന്നുള്ളതിനെ റൈറ്റ് സൈഡിൽ നിന്ന് 4 എണ്ണത്തിനെ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പ് ചെയ്തതിനെ ഓരോ ഗ്രൂപ്പിനെ ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂസ് എന്താണോ അത് നോക്കിയിട്ട് എഴുതുക. 1 0 1 1 എന്നുള്ളതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 8 + 2 + 1 which is 11 ഇൻ ഡെസിമൽ. അത് ഹെക്സാ ഡെസിമലിൽ പോകുമ്പം A കഴിഞ്ഞിട്ട് B, 9 10 11 AB. ഓക്കെ, B ആയിരിക്കും ഹെക്സാ ഡെസിമലിൽ വരുന്നത്. ഇനിയും 0 1 1 1 എന്നുള്ളത്
7. അപ്പം ആ ഒരു 7 എന്നുള്ളതിനെ കൊടുക്കുക. B7 എന്നിട്ട് ബേസ് 16 എന്നുള്ളത് കൊടുക്കുക. ബേസ് 16 എന്നുള്ള ആ ഒരു സബ്സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. 8 ക്യാരക്ടേഴ്സ് ഇപ്പം 2 മാറി. 4 ടൈംസ് കംപ്രഷൻ, ഒരു ബിറ്റ് പോലും മിസ്സാവാണ്ട് 4 ടൈംസ് ആണ് ആ ഒരു കംപ്രഷൻ പെർഫോം ചെയ്തത്. റൈറ്റ് സൈഡിൽ നിന്ന് എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നായിരിക്കണം ബിറ്റ്സ് കൗണ്ട് ചെയ്യേണ്ടത്. ബിറ്റ് ഇപ്പം തികയുന്നില്ല, ലെഫ്റ്റ് സൈഡിൽ സീറോസിനെ പാഡ് ചെയ്യുക. 101 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 0 പാഡ് ചെയ്യുന്നത് 0101 ആയിട്ട് എടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 0യ്ക്ക് വാല്യൂ ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ട് സേഫ് ആയിരിക്കും. ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിജിറ്റിനെ 4 ബിറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പം C3 എന്നുള്ളതിനെ ഹെക്സാഡെസിമലിനുള്ളതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ C എന്നുള്ളതിനെ ആദ്യം നമ്മൾ 4 ബിറ്റായിട്ട് മാറ്റണം, അതായത് ബൈനറിയിലോട്ട് മാറ്റണം. C എന്നുള്ളത് ഏതാ? 12. ആ 12നെ നമ്മൾ മാറ്റണം. അതിന് നമ്മൾ 1100 എന്നുള്ളത് കൊടുക്കുക. 1100 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സിയെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 3യെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 റെപ്രസെൻ്റ് ചെയ്യുന്നത് 0011 എന്നുള്ളതാണ് 3 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 1100യും 0011ഉം കൂടെ ഒന്നിച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ C3യുടെ ബൈനറി നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് കണക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡിവിഷൻ ചെയ്യേണ്ട, റിമൈൻഡർ വരുന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് നോക്കുക, എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ കൊടുക്കുക. കൺവേർട്ട് 1111.1111. ഓക്കെ, ഈ ഒരെണ്ണത്തിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ആ ഒരു റാഡിക്സ് പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോട്ട് വരുന്നതിനാണ് റാഡിക്സ് പോയിന്റ് എന്ന് പറയുന്നത്. റാഡിക്സ് പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ, റാഡിക്സ് പോയിന്റിന് റൈറ്റ് സൈഡിലുള്ളതിനെ, റാഡിക്സ് പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഹോൾ നമ്പറിൻ്റെ പാർട്ട്, റൈറ്റ് സൈഡിൽ വരുന്നത് ഫ്രാക്ഷൻ നമ്പറിൻ്റെ പാർട്ട്. അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് 4 4 ഗ്രൂപ്പ് ആക്കുക. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ കൊടുക്കുക. 0011 എന്നുള്ളത്. ഇതിൻ്റെ അകത്തിൽ പാഡിങ് ചെയ്തിട്ടുണ്ട്, ലീഡിങ് സീറോസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു പാഡിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതിൻ്റെ അകത്തിൽ ആദ്യത്തെ 4 നമ്പേഴ്സ് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ റാഡിക്സ് പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ 4, പിന്നെ ഒരു 2 നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 4 ആക്കാൻ വേണ്ടിയിട്ട് 2 സീറോസിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, അല്ലെ പാഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു പാഡിങ് ചെയ്ത് കഴിഞ്ഞപ്പം ആ നമ്പർ 00111011 എന്നായി. അങ്ങനെ ആയി കഴിയുമ്പം അതിൻ്റെ ആദ്യത്തെ നമ്പർ പാർട്ട് 0011 എന്നുള്ള പാർട്ടിനെ നമ്മൾ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഹെക്സാഡെസിമൽ ആക്കും. 1011 എന്ന് പറഞ്ഞിട്ടുള്ളത്, 1011 എന്ന് പറയുന്നത് 8ൻ്റെ പൊസിഷനിൽ 1 ഉണ്ട്, 2ൻ്റെ പൊസിഷനിൽ 1 ഉണ്ട്, 1ൻ്റെ പൊസിഷനിൽ 1 ഉണ്ട്. അപ്പം 8 + 2 + 1 വിച്ച് ഈസ് 11. 11 എന്നുള്ളതിൻ്റെ ഹെക്സാഡെസിമൽ B. ആ ഒരു ബിയെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് റാഡിക്സ് പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാർട്ട്, റാഡിക്സ് പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഫ്രാക്ഷണൽ പാർട്ടാണ്. അതിനെയും ഇതേപോലെ 4 ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് ആക്കിയപ്പം ഇവിടെ പാഡിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പാഡിങ്ങിന് പറയുന്ന പേരാണ് ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ട്രെയിലിംഗ് സീറോസ് ആയിട്ടോ അല്ലെങ്കിൽ ലീഡിങ് സീറോസ് ആയിട്ടോ നമുക്ക് സീറോസിനെ പാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തേത് 4 നമ്പേഴ്സ് ഉള്ളത് ഗ്രൂപ്പ് ചെയ്തു, അടുത്തതിനെ 4 നമ്പേഴ്സ് ആക്കി. അപ്പം 1111 എന്നുള്ളത് നമുക്ക് അറിയാം 15 ആണ്. അതിനെ നമ്മൾ F ആയിട്ട് എഴുതും.
എഫ് എന്ന ഹെക്സാഡെസിമലിൽ 50 എന്ന് പറഞ്ഞിട്ടുള്ളതിനെ നമ്മൾ ഹെക്സാഡെസിമലിൽ വരുമ്പോൾ എഫ്. ഓക്കെ, നെക്സ്റ്റ് 1000. അതിൻ്റെ അകത്തിൽ 8 ആണ് വരുന്നത്, അപ്പം 8. ഇതിൻ്റെ ഫൈനൽ ആൻസർ 3B.F8 ബേസ് 60. അടുത്ത ഒരു എക്സാമ്പിളൂടെ കൺവേർട്ട് 1B.A 16 ബേസ് 16 ടു ബൈനറി. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. 1 എന്നുള്ളതിൻ്റെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ബിയെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. എ എന്ന് പറഞ്ഞിട്ടുള്ളത് 10 ആണ്, 1010 എന്ന് പറയുന്നതാണ് 10. 1 എന്ന് പറയുന്നത് 0001. ഇതിൽ റാഡിക്സ് പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിന് ലീഡിങ് സീറോയും റൈറ്റ് സൈഡിലുള്ളതിന് ട്രെയിലിംഗ് സീറോയുമായിരിക്കണം കൊടുക്കേണ്ടത്. അത് ഓർത്ത് വെച്ചോണം. എന്തുകൊണ്ടാണ് ബേസ് 10 ഫെയിലായിപ്പോയത്? 10 എന്നത് 2ൻ്റെ പവർ അല്ല, അതൊന്നാമത്തെ കാര്യം. 2⁻³ അല്ലെ 2⁴ ഇടയിൽ 10 എന്നുള്ളൊരു വാല്യൂ വരുന്നില്ല. അതുകൊണ്ട് ഡെസിമൽ ഡിജിറ്റിനൊരു ബിറ്റ് കൗണ്ട് ഇല്ല. അത് 3 ബിറ്റിൽ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, 4 ബിറ്റിൽ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതുകൊണ്ടൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ബിറ്റ് കൗണ്ട് ഇല്ല. അന്നേരം ഗ്രൂപ്പിങ് ഫെയിലാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് പോകാൻ യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും, റിമൈൻഡർ എടുക്കണം. ഹെക്സായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെക്സാ ഡെസിമലിലോട്ട് പോകാം. ഡെസിമൽ മനുഷ്യന് സൗകര്യം, പക്ഷേ ഹെക്സ എന്ന് പറയുന്നത് മെഷീനും മനുഷ്യരും തമ്മിൽ, അല്ലെ ഹ്യൂമൻസും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് പോലെയാണ് ഹെക്സ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെക്സായും ബൈനറിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ 12 സാധനങ്ങൾ അല്ലെങ്കിൽ 12 വള അല്ലെങ്കിൽ 12 എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് പകരം 1 ഡസൻ എന്ന് പറയുന്നത് പോലെയാണ്. ഡസൻ ഒരു പുതിയ സാധനമല്ല, അതൊരു ബണ്ടിലിൻ്റെ ചെറിയൊരു പേരാ. അതേപോലെയാണ് ഹെക്സാ ഡിജിറ്റ് എന്നത്. 4 ബിറ്റിൻ്റെ ഒരു ചെറിയ പേരാണ് ഹെക്സ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഹെക്സ് ഈസ് നോട്ട് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഹെക്സ് ഈസ് ബൈനറി വിയറിങ് എ സ്മോളർ ഷോട്ട്. അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇനി ആ ഓറഞ്ച് എന്തായിരുന്നു എന്നുള്ള അതിൻ്റെ അകത്തിലോട്ട് ഇപ്പോൾ നമുക്കിപ്പം ഹെക്സാഡെസിമൽ ബൈനറി എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ആ ഓറഞ്ചിൻ്റെ അകത്തിൽ വന്ന എഫ് എന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായി. ഇനി ആ കളർ കോഡ് ഡീകോഡ് ചെയ്യാം. 6 ഹെക്സ് ഡിജിറ്റ്സ് ഉണ്ടായിരുന്നു, അതായത് 3 പെയർ, ഓരോ പെയറിനും ഓരോ കളർ. എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് റെഡ്, അതാണ് മാക്സിമം. 6 എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ, അതായത് ഒരു ഹാഫിന് താഴെ. ഇനി 00 എന്ന് പറയുന്നത് ബ്ലൂ, അതിൻ്റെ അതിൽ ഒട്ടുമില്ല, ഫുള്ള് റെഡ്, കുറച്ച് ഗ്രീൻ, ബ്ലൂ ഒട്ടുമില്ല, അതാണ് ഓറഞ്ച്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓരോ പെയറിനും 2 ഹെക്സാ ഡിജിറ്റ് ഉണ്ട്, 8 ബിറ്റ്, അതായത് 1 ബൈറ്റ്. അതുകൊണ്ട് ഓരോ കളറിനും 0 തൊട്ട് 255 വരെ ഉണ്ട്. മൊത്തം 24 ബിറ്റ് ഉണ്ട്, 2⁻²4, അതായത് ഏകദേശം 1.6 crore കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ 6 ക്യാരക്ടേഴ്സിനെ വായിക്കാൻ അറിയാം. എന്താണ് അതിൻ്റെ അകത്തിൽ വന്നേക്കുന്ന നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കാനറിയാം. ഇനി കോമൺ മിസ്റ്റേക്സ്, ഇവ 4 എക്സാമിൻ്റെ മാർക്ക് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും ശ്രദ്ധിക്കണം. ഈ 4 മിസ്റ്റേക്സ് കാരണമാണ് പെട്ടെന്ന് മാർക്ക് പോകുന്നത്. ഫസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഗ്രൂപ്പിങ്, അതാണ് ഒരു മിസ്റ്റേക്ക്. എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന്, കാരണം പ്ലേസ് വാല്യൂ എന്നുള്ളത് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ സീറോസിനെ പാഡ് ചെയ്യും, അതായത് ലീഡിങ് സീറോസിനെ കൊടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് സേഫ്. റൈറ്റ് സൈഡിൽ പാഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പറിൻ്റെ വാല്യൂ തന്നെ മാറും.
സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റൈറ്റിംഗ് എ ഈസ് ഈക്വൽ ടു 11 എന്നുള്ളത്. എ എന്നത് 11 ആയിട്ട് ഒരിക്കലും എടുക്കരുത്. എ എന്ന് പറഞ്ഞിട്ടുള്ളത് 10 ആണ്. കാരണം എണ്ണി തുടങ്ങുന്നത് 0-ന്ന്. 0 to 9. 10 എന്നുള്ളത് അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അത് എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്കാണ്. തേർഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് 2n വാല്യൂസിനെ അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കും. 2�7 എന്ന് പറഞ്ഞിട്ടുള്ളത് 128, 2⁸ എന്ന് പറഞ്ഞിട്ടുള്ളത് 256. ഇതങ്ങ് കാണാതെ പഠിച്ചേക്കണം. ഓക്കെ. ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളത്. അതായത് ബേസ് സബ്സ്ക്രിപ്റ്റ് എഴുതാതിരിക്കില്ല. ബേസിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്തായാലും എഴുതിയിട്ടുണ്ടായിരിക്കണം. ഒരു ചോദ്യം ചോദിക്കാം, ഒരു നമ്പർ എത്രയാണെന്നുള്ളത്. 101, 101, 5 അല്ലെങ്കിൽ 257. ഈ 3 രീതിയിൽ നമുക്ക് ഈ ഒരു 101നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 101 എന്നുള്ളതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 101 മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ. 101ന് നമ്മൾ 2 എന്ന് സബ്സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 5 ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ഇനി 101നെ നമ്മൾ 16 ആണ് സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അതായത് ഹെക്സാഡെസിമലിൽ 101നെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് 257 ആയിരിക്കും. ബേസ് ഇല്ലെങ്കിൽ ആ നമ്പറിനൊരു മീനിങ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു ബേസ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുകൊണ്ട് ഈ ഒരു റൂൾ എപ്പോഴും മനസ്സിലോർത്തോണം. ഓരോ നമ്പറും അതിൻ്റെ ബേസ് സബ്സ്ക്രിപ്റ്റ് കൊണ്ട് വേണം എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. റഫ് വർക്ക് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും ഒരു ക്വിസ്. 10101 ബേസ് 2നെ ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്യുക. അതേപോലെ F16നെ ബേസ് 2ലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സ് നോക്കണേ. വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ. 10011110 ഇതിനെ ഹെക്സിലോട്ട് മാറ്റുന്നത് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു 1001 1110 എന്നിട്ട് എന്താണോ അതിൻ്റെ ആൻസർ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റൂള്, അതായത് വാല്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ് ഇൻറ്റു ബേസ് റേസ് ടു പൊസിഷൻ എന്നുള്ളത്, പിന്നെ വാട്ട് ഈസ് ബേസ് എന്നുള്ളത്, പിന്നെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചു. ബൈനറി നമ്പർ സിസ്റ്റമിൻ്റെ അകത്തിൽ ഡിജിറ്റ്സ് 0ഉം 1ഉം മാത്രമാണ്. അതിൻ്റെ വെയിറ്റ് വരുന്നത് പ്രീവിയസ് വെയിറ്റിൻ്റെ ഡബിളായിട്ടായിരിക്കും. 1 2 4 8 16 32 ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. പിന്നെ ഹെക്സാഡെസിമൽ 0 to 9 A to F വരെ 15 ആയിരിക്കും അതിൻ്റെ അകത്തിലുണ്ടായിരിക്കുന്ന ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 15 ആയിരിക്കും. 16 യുണീക്ക് നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ അതിൽ, യുണീക്ക് സിമ്പിൾസ് ആണ് അതിൻ്റെ അകത്തിൽ ഉള്ളത്. പിന്നെ എല്ലാത്തിനും സബ്സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഏത് നമ്പർ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് സബ്സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കിയാണ്. ഒരു കമ്പ്യൂട്ടറിൽ മൈനസ് എങ്ങനെ എഴുതും? നിങ്ങളുടെ കയ്യിൽ വെറും 2 സിമ്പിൾസ് ആണുള്ളത്, 0ഉം 1ഉം. മൈനസ് സൈൻ എന്ന ഒരു സിമ്പിൾ ഇല്ല. സർക്യൂട്ടിനൊരു മൈനസ് വയറും ഇല്ല. എന്നിട്ട് നമ്മുടെ കാൽക്കുലേറ്ററിൽ 5 - 8 = 3 എന്ന് എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ ആൻസറാണ് 2's കോംപ്ലിമെൻറ്റ്. 2's കോംപ്ലിമെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ആ 16 റോ ടേബിൾ പഠിക്കും. സബ്സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. See you in lecture 3.